നിളയുടെ തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ, രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം, വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നിള ബോട്ട് ക്ലബ്. മംഗലം ഡാമിൽ നിന്നുമുള്ള വെള്ളം ഗായത്രി പുഴയിലെത്തി നീരൊഴുക്ക് ശക്തമാകുന്നതിനാൽ പുഴയുടെ തീരത്തുള്ളവരും മീൻപിടുത്തക്കാരും ജാഗ്രത പാലിക്കണമെന്ന് ചീരക്കുഴി ഇറിഗേഷൻ വകുപ്പ്. ഗായത്രി പുഴയ്ക്ക് നീരൊഴുക്ക് ശക്തമാകുന്നതിനാൽ പുഴയുടെ തീരത്തുള്ളവരും മീൻപിടുത്തക്കാരും ജാഗ്രത പാലിക്കണമെന്ന് ചീരക്കുഴി ഇറിഗേഷൻ വകുപ്പ്. ചീരക്കുഴി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ കീഴിൽ ചീരക്കുഴി വിയറും അതിനോടനുബന്ധിച്ചുള്ള 50 കിലോമീറ്ററോളം വരുന്ന കനാൽ ശൃംഖലയുമാണ് ഉള്ളത്. മഴക്കാലം മുന്നൊരുക്കത്തോടനുബന്ധിച്ച് ചീരക്കുഴി വീറിന്റെ 8 ഷട്ടറുകളും പരമാവധി ഉയരമായ 4.5 മീറ്റർ ഉയരത്തിൽ ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കൂടാതെ കനാലിന്റെ എല്ലാ സർപ്ലസ് എസ്കേപ്പുകളും പുഴയിലേക്ക് തുറന്നുവച്ചിട്ടുമുണ്ട്. നിലവിൽ വിയറിൽ മെയിൻ സീ ലെവൽ അനുസരിച്ച് 37.00 മീറ്റർ ജലനിരപ്പാണ് ഉള്ളത്. എന്നുവെച്ചാൽ വിയറിന്റെ ക്രസ്റ്റിൽ നിന്നും 1.80 മീറ്റർ ഉയരത്തിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള ഈ വെയറിൽ പോത്തുണ്ടിമംഗലം ഡാമിൽ നിന്നുമുള്ള വെള്ളം വേഗത്തിൽ ഒഴുകിയെത്തുന്നതിനാൽ പുഴയിൽ നല്ല ഒഴുക്കാണുള്ളത്. അതിനാൽ പുഴയുടെ തീരത്തുള്ളവരും മീൻപിടുത്തക്കാരും ജാഗ്രത പാലിക്കേണ്ടതാണ് എന്ന് ചീരക്കുഴി ഇറിഗേഷൻ വകുപ്പ് മേലധികാരികൾ അറിയിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.